Hey my dear pretty souls, it's me Shefna Sharif and you're watching my channel JSTC. So no more delay, let's start. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂസ് റെഡ്യൂസർ ഹുക്കാണ്. സോ ഹുക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ 3 കവർ ചെയ്തിട്ടുണ്ട്. യൂസ് സ്റ്റേറ്റ് ഹുക്ക്, യൂസ് എഫക്റ്റ് ഹുക്ക് ആൻഡ് യൂസ് കോണ്ടെക്സ്റ്റ് ഹുക്ക്. ഏറ്റവും മോസ്റ്റ് ബേസിക് ആയിട്ടുള്ള 3 ഹുക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മളിപ്പം റിയാക്റ്റിന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അപ്പം ഏകദേശം ഇപ്പോൾ കുറച്ച് ദിവസമായി റിയാക്റ്റിന്റെ വീഡിയോസ് ഫോളോ അപ്പ് ചെയ്തിട്ട് കാര്യം അതൊന്നുമല്ല, നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ കുറേ വീഡിയോസ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം എന്നുള്ളേ ഉള്ളൂ. ആൻഡ് കുറച്ച് തിരക്കിലായിപ്പോയി. ഫസ്റ്റ് ഓഫ് ഓൾ സോറി ഫോർ ദാറ്റ്. എല്ലാവരോടും വളരെയധികം താങ്ക്സ് ഉണ്ട്, അതേപോലെ സോറി ഉണ്ട്. കാര്യം ഞാൻ ഒത്തിരി ദിവസമായിട്ട് ഒരുപാട് 2-3 പേരെങ്കിലും ചോദിച്ചിട്ടുണ്ട് റിയാക്റ്റിന്റെ വീഡിയോസ് എന്താ കാണാത്തതെന്ന്. സോ സോറി ഫോർ ദാറ്റ്. ഓക്കെ, അപ്പം നമുക്ക് ഡിലേ ആക്കണ്ട, നമ്മുടെ കണ്ടന്റിലോട്ട് പോകാം. നമ്മൾ യൂസ് റെഡ്യൂസർ ഹുക്കാണ് നോക്കാൻ പോകുന്നത്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ നമ്മൾ യൂസ് റെഡ്യൂസർ ഹുക്ക് എന്ന് പറയുന്നത് കുറച്ചൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഹുക്കാണ്. കുറച്ചൊന്ന് മീൻസ് ഇത് കേൾക്കുമ്പോൾ തന്നെ അത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഞാനിങ്ങനെ പറയുന്നത് ജസ്റ്റ് ഒരു അലേർട്ട്, നിങ്ങളൊന്ന് അലേർട്ട് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം യൂസ് റെഡ്യൂസർ ഹുക്ക് എന്ന് പറയുമ്പോൾ കുറച്ച് ഒരുപാടൊന്നും ഇല്ല, ഒരു പൊടിക്ക് കോംപ്ലക്സ് ആണ്. പക്ഷെ ആ ഒരു കോംപ്ലക്സ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് വളരെ വ്യക്തമാകുന്ന രീതിയിൽ ഞാൻ യൂസ് റെഡ്യൂസർ ഹുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം ആദ്യം തന്നെ എന്താണ് അറിയേണ്ടുള്ളത്? വാട്ട് ഈസ് യൂസ് റെഡ്യൂസർ ഹുക്ക്? എന്താണ് യൂസ് റെഡ്യൂസർ ഹുക്ക്? സോ പറയുകയാണെങ്കിൽ നമ്മൾ യൂസ് സ്റ്റേറ്റ് പഠിച്ചവരാണ്. യൂസ് സ്റ്റേറ്റ് ഒന്നും പഠിക്കാതെയാണ് യൂസ് റെഡ്യൂസർ ഹുക്ക് കാണുമോയെന്ന് എനിക്കറിയത്തില്ല. മിക്കുള്ളവരും പഠിച്ചിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. അഥവാ അങ്ങനെ പഠിക്കാത്തവരാണെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിൽ നമ്മളുടെ സ്റ്റേറ്റിന്റെ ലിങ്ക് കൊടുത്തിരിക്കാം. ഓക്കെ, അതൊന്ന് കാണാം. കണ്ടതിന് ശേഷം ഇതിനകത്തോട്ട് വരും. അപ്പം സ്റ്റേറ്റ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയാം. എന്തിനാണ്? ഡേറ്റാസിനെയും ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ സ്റ്റേറ്റ് യൂസ് ചെയ്യുന്നത്. അതേപോലെ സിമിലർ ആയിട്ട് വരുന്ന ഒരു ഹുക്കാണ് യൂസ് റെഡ്യൂസർ ഹുക്ക്. യൂസ് സ്റ്റേറ്റിന് പകരം നമ്മളെ സ്റ്റേറ്റിനെ മാനേജ് ചെയ്യാനും കമ്പോണൻസിനെ റെൻഡർ ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളെ സ്റ്റേറ്റ് ആയിരുന്നു. പക്ഷെ സ്റ്റേറ്റ് മാത്രം യൂസ് ചെയ്തേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ അതേ ഒരു യൂസ് തന്നെയാണ് ഇവിടെ യൂസ് റെഡ്യൂസറിനും ഉള്ളത്. സ്റ്റേറ്റിനെ മാനേജ് ചെയ്യാനും അതേപോലെ കമ്പോണൻസിനെ റെൻഡർ ചെയ്യാനും ഒക്കെ നമ്മളുടെ യൂസ് റെഡ്യൂസർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് നോക്കാം. ഈ യൂസ് റെഡ്യൂസർ ഹുക്കും നമ്മുടെ യൂസ് സ്റ്റേറ്റ് ഹുക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്റ്റേറ്റ് യൂസ് ചെയ്തിട്ട് കുറച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ ഒരു വെബ്സൈറ്റിലായിക്കോട്ടെ, ഒരു വെബ് പേജിലായിക്കോട്ടെ, ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഈ മൾട്ടിപ്പിൾ പീസ് ഓഫ് സ്റ്റേറ്റ്സ് വരുമ്പോൾ കുറച്ചൊന്ന് കോംപ്ലക്സ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതായത് നമ്മൾ ചെറിയ സ്റ്റേറ്റിൻ്റെ അല്ല, നമ്മൾ കോംപ്ലക്സ് സ്റ്റേറ്റിലോട്ടൊക്കെ വരുമ്പോൾ, ഒരു മൾട്ടിപ്പിൾ പീസ് ഓഫ് സ്റ്റേറ്റിലോട്ടൊക്കെ വരുമ്പോൾ, അതായത് 1, 2, 3 സ്റ്റേറ്റ് യൂസ് ചെയ്തുകൊണ്ട് ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരുപാട് സ്റ്റേറ്റ്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് നമ്മൾ യൂസ് റെഡ്യൂസർ ഹുക്ക് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഒരു കോംപ്ലക്സ് സ്റ്റേറ്റിന് നമുക്ക് യൂസ് റെഡ്യൂസർ ഹുക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് നോക്കുമ്പം സ്റ്റേറ്റ് ആയിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ട് വരുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കും, എങ്ങനെയാണെങ്കിൽ യൂസ് സ്റ്റേറ്റ് തന്നെ യൂസ് ചെയ്താൽ പോരെ, എന്തിനാണ് യൂസ് റെഡ്യൂസറിന്റെ ആവശ്യം? അങ്ങനെയല്ല, നമ്മളെല്ലാം പഠിക്കണമല്ലോ, എല്ലാം കവർ ചെയ്യണമല്ലോ. അപ്പൊ യൂസ് റെഡ്യൂസർ ഹുക്കിന്റെ സാധ്യതകളും നമ്മൾ അറിഞ്ഞിരിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സ് ഓഫ് ഹുക്സ്, ഒരു കോംപ്ലക്സ് സ്റ്റേറ്റ്സ് വരുന്ന കേസിൽ നമ്മൾ അതിന് ആ ഒരു കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് റെഡ്യൂസർ ഹുക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് നമ്മളുടെ സ്റ്റേറ്റിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മൾ യൂസ് സ്റ്റേറ്റ് പഠിച്ചപ്പം അതിനകത്ത് കുറച്ച് ആപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞായിരുന്നു. അതിൽ വൺ ഓഫ് ദി ആപ്ലിക്കേഷൻ ആണ് നമ്മൾ കൗണ്ടർ ക്രിയേറ്റ് ചെയ്യുന്നത്. കൗണ്ടർ വെച്ചിട്ട് നമ്മൾ സ്റ്റേറ്റിന് ചെയ്യുന്നത് നമ്മൾ ഓർമ്മ കണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇതൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇവിടെ നമ്മളുടെ കൗണ്ടറിന്റെ ആ ഒരു എക്സാമ്പിൾ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്ത കാര്യം, നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചതാണ് യൂസ് സ്റ്റേറ്റ് ഹുക്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ. ഓക്കെ, സോ കോൺസ്റ്റ് ദെൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ നമ്മൾ 2 വേരിയബിൾസ്, ഒന്ന് അപ്ഡേറ്റ് ഫംഗ്ഷൻ, ഇനിഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് 0 വെച്ചിട്ടുണ്ട്. ഇനിഷ്യൽ വാല്യൂ 0 ആണ്. ദെൻ 2 ഫംഗ്ഷൻസ് ഉണ്ട്, ഇൻക്രിമെന്റും ഡിക്രിമെന്റും ചെയ്യാനുള്ള ഫംഗ്ഷൻസ്. അതായത് ഈ ഒരു ബട്ടന്റെ ഫംഗ്ഷനാലിറ്റി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ ഓൺ ക്ലിക്കിൽ ഇൻക്രിമെന്റ് വിളിച്ചു. അപ്പൊ ഇത് അറിയാലോ, ജസ്റ്റ് നമ്മൾ പ്ലസ് ചെയ്യുമ്പോൾ പ്ലസ് ആവുന്നുണ്ട്, മൈനസ് ചെയ്യുമ്പോൾ മൈനസ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് യൂസ് സ്റ്റേറ്റ് വെച്ച് നമ്മൾ ഒരു കൗണ്ടറിനെ കണ്ടത്. ഇതേ ഒരു എക്സാമ്പിൾ നമുക്ക് എങ്ങനെ യൂസ് റെഡ്യൂസർ ഹുക്ക് വെച്ചിട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ,
അപ്പോൾ നമുക്ക് എങ്ങനെ അപ്പം നമ്മൾ പറഞ്ഞു യൂസ് റെഡ്യൂസറിന്റെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പം ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് റെഡ്യൂസർ യൂസ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് വേണം, നമ്മൾ യൂസ് റെഡ്യൂസറിനെ എന്ത് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്തിരിക്കണം. സോ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുക. ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഇമ്പോർട്ട് ചെയ്ത യൂസ് റെഡ്യൂസറിനെ നമ്മളുടെ പ്രോഗ്രാമിൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ എങ്ങനെ യൂസ് ചെയ്യുന്നതിന്റെ സിന്റാക്സ് എന്ന് പറയുമ്പം നമ്മളുടെ കോൺസ്റ്റ് കൊടുക്കുക. ദെൻ ഇതിനകത്ത് ഈ ഒരു കൗണ്ടും സെറ്റ് കൗണ്ടും കൊടുക്കുന്നത് പോലെ നമ്മളുടെ റിട്ടേൺ വാല്യൂ കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് നമുക്ക് പിന്നെ കൊടുക്കാം. അതിനുശേഷം നമ്മൾ യൂസ് റെഡ്യൂസർ നമ്മളുടെ ഫംഗ്ഷനെ വിളിക്കുന്നു. വിളിച്ചതിന് ശേഷം ബ്രാക്കറ്റ്സിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് നമുക്ക് എന്താണ്, ഇപ്പൊ ഇതിനകത്ത് കുറച്ച് വാല്യൂസും കുറച്ച് നമ്മളുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് തരുന്ന ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ യൂസ് റെഡ്യൂസർ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ അകത്ത് നമുക്ക് ഇപ്പൊ ഇവിടെ നമ്മൾ യൂസ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ നമ്മളുടെ ഇനീഷ്യൽ വാല്യൂ ആണ് കൊടുത്തത് അല്ലേ, നമ്മൾ സ്റ്റേറ്റ് വേരിയബിളിന്റെ ഇനീഷ്യൽ വാല്യൂ സെറ്റ് ചെയ്ത് കൊടുത്തു. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു ഡിഫറൻസ് ശ്രദ്ധിക്കുക. നമ്മൾ യൂസ് റെഡ്യൂസറിൽ നമുക്ക് 2 പാരാമീറ്റേഴ്സ് ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ 2 ആർഗ്യുമെന്റ്സ് ആയിരിക്കും നമ്മൾ യൂസ് റെഡ്യൂസറിനകത്ത് പാസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു റെഡ്യൂസർ ഫംഗ്ഷൻ. ഓക്കെ, നമ്മുടെ ഒരു റെഡ്യൂസർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ആയിരിക്കും ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത്. ഇത് സെയിം തന്നെയാണ്, ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക, റെഡ്യൂസർ ഫംഗ്ഷൻ. സോ എന്താണ് റെഡ്യൂസർ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു സ്റ്റേറ്റിന്റെ അപ്ഡേറ്റ് ചെയ്ത് പുതിയ ഒരു സ്റ്റേറ്റിന്റെ വാല്യൂ പ്രൊവൈഡ് ചെയ്ത് തരുന്നത് നമ്മളുടെ ഈ റെഡ്യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ആണ്. ഓക്കെ, സോ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് നമ്മളുടെ റെഡ്യൂസർ ഫംഗ്ഷൻ, ആൻഡ് രണ്ടാമത്തത് നമ്മളുടെ ഇനിഷ്യലൈസിങ് വാല്യൂ. നമ്മളുടെ ഇനിഷ്യൽ വാല്യൂ ആയിരിക്കും രണ്ടാമത്തത്. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഇനിഷ്യൽ വാല്യൂ എന്താണ്, സ്റ്റേറ്റിന്റെ ആ ഒരു ഇനിഷ്യൽ വാല്യൂ ആയിരിക്കും ഇവിടെ ഉള്ളത്. ഇപ്പൊ നമുക്ക് 0 ആണെങ്കിൽ 0. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ യൂസ് റെഡ്യൂസറിൽ നമ്മൾ ഇനിഷ്യൽ വാല്യൂവിന് ഒരു ആക്ച്വൽ വാല്യൂ കൊടുക്കത്തില്ല. അതിന് പകരം നമ്മളൊരു ഒബ്ജക്റ്റ് ആയിരിക്കും കൊടുക്കുന്നത്. അതായത് ഒബ്ജക്റ്റ് എന്താണെന്ന് അറിയാം, നമ്മൾ കേളി ബ്രേസസിൽ എങ്ങനെ എഴുതുന്നത്, കേളി ബ്രേസസിൽ ഒരു കീ വാല്യൂ പെയർ ആയിരിക്കും ഒബ്ജക്റ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി നെയിം പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മൾ കോളൻ ഇട്ടിട്ട് അതിന്റെ വാല്യൂവും പറഞ്ഞു കൊടുക്കുക. ഓക്കെ, കൗണ്ട് 0 എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇനിഷ്യൽ വാല്യൂവും വേരിയബിൾ ആൻഡ് വാല്യൂ നമ്മൾ പറഞ്ഞു കൊടുത്തു. ആൻഡ് ഇനി നമുക്ക് നമ്മളുടെ റിട്ടേൺ വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളുടെ ഇത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പൊ ഇവിടെ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യണം. പക്ഷെ നമ്മൾ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ സാധാരണ ഒരു ഒബ്ജക്റ്റ് ജസ്റ്റ് ഒരു അതിന്റെ ആക്ച്വൽ വാല്യൂ ആണ് കൊടുത്തതെങ്കിൽ നമുക്ക് ഇവിടെ എന്താക്കായിരുന്നു, കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ വേരിയബിളിനെ കൊടുക്കായിരുന്നു. ഓക്കെ, ഞാനിപ്പോ ഈ ഇതിനെ ഞാനൊന്ന് കമന്റ് ഔട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇത് നമ്മൾ സ്റ്റേറ്റ് ആണ്, നമ്മൾ യൂസ് റെഡ്യൂസർ ആണ് നോക്കാൻ പോകുന്നത്. ഇങ്ങനെ നമുക്ക് കൊടുക്കായിരുന്നു. പക്ഷെ ഇങ്ങനല്ല, നമ്മളിത് ഒബ്ജക്റ്റ് ആണ് കൊടുത്തത് കൊണ്ട് ആ ഒരു ഒബ്ജക്റ്റിന് നമുക്ക് വേറൊരു നെയിം കൊടുക്കണം. സോ ഇതിന്റെ കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഇതെന്ന് പറയുന്നത് അതിന്റെ പ്രോപ്പർട്ടിയും വാല്യൂ ആണ്. അപ്പൊ ഞാനിവിടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുവാണ്, സ്റ്റേറ്റ്. ഓക്കെ, സ്റ്റേറ്റ് ഒബ്ജക്റ്റ് ആണ്, ഒബ്ജക്റ്റിന്റെ പ്രോപ്പർട്ടിയും വാല്യൂ ആണ് കൗണ്ടും 0യും. ദെൻ രണ്ടാമത്തേതാണ് നമ്മളുടെ ഡിസ്പാച്ച് മെത്തേഡ്. ഓക്കെ, രണ്ടാമത്തേതാണ് ഡിസ്പാച്ച്. ഓക്കെ, ഡിസ്പാച്ച് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡാണ് രണ്ടാമത്തേത്. സോ എന്താണ് ഡിസ്പാച്ച് എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ സ്റ്റേറ്റിൽ എങ്ങനെയായിരുന്നു, ഒരു കൗണ്ടും അതേപോലെ ആ ഒരു കൗണ്ട് വേരിയബിളിനെ സ്റ്റേറ്റ് വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ ആയിരുന്നു. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഡിസ്പാച്ച് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ്. ഇത് നമ്മൾ വെറുതെ കൊടുക്കുന്നില്ല, ഇങ്ങനെ തന്നെ കൊടുക്കുക, ഡിസ്പാച്ച് എന്ന് കൊടുക്കുക. അതേപോലെ റെഡ്യൂസറും ഇതേപോലെ തന്നെ കൊടുക്കുക. സോ ഈ ഒരു ഡിസ്പാച്ച് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഡിസ്പാച്ച്. നമ്മൾ എവിടെയാണോ ഡിസ്പാച്ച് കോൾ ചെയ്യുന്നത് അപ്പം നമ്മളുടെ സ്റ്റേറ്റ് എന്താവും, അപ്ഡേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അപ്ഡേറ്റ് ആവണമെങ്കിൽ നമുക്ക് വേറൊരു കാര്യം പറഞ്ഞു കൊടുക്കണം. സോ നമ്മളിവിടെ പറഞ്ഞു റെഡ്യൂസർ എന്ന് പറഞ്ഞത് ഒരു ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. സോ അങ്ങനെ ആകുമ്പോൾ ആ ഫംഗ്ഷനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. സോ ഫംഗ്ഷൻ എവിടെ ക്രിയേറ്റ് ചെയ്യും, നമ്മളുടെ ഹുക്കൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് നമ്മളുടെ റെഡ്യൂസർ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. സോ ഫംഗ്ഷൻ കൊടുക്കാം. ദെൻ ഫംഗ്ഷൻ നെയിം എന്താണ്, റെഡ്യൂസർ. ഓക്കെ, റെഡ്യൂസർ എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ കൊടുത്തു. ഈ ഒരു ഫംഗ്ഷൻ ആണ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു നമ്മളുടെ ഈ ഒരു ഡിസ്പാച്ച് ഫംഗ്ഷൻ എപ്പോഴാണോ കോൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളുടെ സ്റ്റേറ്റ് അപ്ഡേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളുടെ സ്റ്റേറ്റ് അപ്ഡേറ്റ് ആവണമെങ്കിൽ നമുക്ക് അതിനൊരു ആക്ഷൻ കൊടുക്കണം. ഈ ഡിസ്പാച്ച് മെത്തേഡ് കോൾ ചെയ്യുമ്പം ഒരു ആക്ഷൻ പെർഫോം ആകും. അങ്ങനെ പെർഫോം ആകുന്ന ആക്ഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ റെഡ്യൂസർ ഹുക്ക് എന്താവാൻ പോകുന്നത്, റെഡ്യൂസർ ഹുക്ക് എന്ന് നമ്മളുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അപ്ഡേറ്റ് ആവുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ആക്ഷൻ കൊടുക്കണം. അതേപോലെ റെഡ്യൂസർ ഫംഗ്ഷനകത്ത് 2 പാരാമീറ്റേഴ്സ് ആണ് ഇവിടെയും ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മളുടെ ഇവിടുത്തെ ഈ ഒരു സ്റ്റേറ്റിന്റെ
കറണ്ട് വാല്യൂ, ഈ സ്റ്റേറ്റിന്റെ വാല്യൂ ആയിരിക്കും ഈ ഒരു സ്റ്റേറ്റിനകത്ത് കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഈ ഒരു സ്റ്റേറ്റിന്റെ വാല്യൂ ആയിരിക്കും ഈ ഒരു സ്റ്റേറ്റിനകത്ത് കിട്ടുന്നത്. കറണ്ട് വാല്യൂ അവിടെ കിട്ടി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തെ പാരാമീറ്റർ ആണ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്റർ. സോ ആക്ഷൻ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്പാച്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ എപ്പോഴാണോ കോൾ ചെയ്യുന്നത് അപ്പോൾ അവിടെ പെർഫോം ചെയ്യുന്ന സംഭവമാണ് ആക്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് അതെങ്ങനെയാണ് ഒന്നും കൂടെ അതിന്റെ ഡീറ്റെയിലിങ്സിലോട്ട് നമുക്ക് വരാം. ഓക്കെ, ഇപ്പൊ നമുക്ക് നമ്മളുടെ എന്താണ് ഇവിടെ നമ്മൾ എന്താണ് സ്റ്റേറ്റിൽ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. ദെൻ ആ ക്രിയേറ്റ് ചെയ്ത ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ എന്താ പറഞ്ഞു കൊടുത്തത്, നമുക്ക് ഈ ഒരു ഇൻക്രിമെന്റ് ആവണം എന്ന് പറഞ്ഞു കൊടുക്കും. സോ അതെങ്ങനെ ചെയ്യും, അതിനെങ്ങനെ ഇൻക്രിമെന്റ് ആവും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പറയാണ് റിട്ടേൺ, എന്ത് റിട്ടേൺ ചെയ്യണമെന്നാണ്, റിട്ടേൺ നമ്മളുടെ കൗണ്ടിന്റെ വാല്യൂ റിട്ടേൺ ആക്കണം. സോ കൗണ്ട് എന്ന് പറയുന്നത്, ഇവിടുത്തെ കൗണ്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത് കറന്റ്ലി 0 ആണ്. സോ കൗണ്ടിന്റെ വാല്യൂ എന്ത് ചെയ്യണം, നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മളുടെ സ്റ്റേറ്റ് വിളിച്ചു, അതായത് ഈ ഒരു സ്റ്റേറ്റിന്റെ കറണ്ട്, ഈ ഒരു സ്റ്റേറ്റിന്റെ കറണ്ട് വാല്യൂ ഇവിടെ നമുക്ക് കിട്ടി. സ്റ്റേറ്റ് ഡോട്ട് നമ്മളുടെ കൗണ്ട്, സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട്, അതായത് സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് എന്ന് വിളിക്കുന്ന എന്തിനാണ്, നമ്മളുടെ ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്. സോ ഇതിവിടെ കൗണ്ട് ഒബ്ജക്റ്റ് ആയതുകൊണ്ട് സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് വിളിച്ചു. ദെൻ സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് +1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോ ഇവിടെ എന്താ പറഞ്ഞു കൊടുത്തത്, കൗണ്ട് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് +1 ആക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എപ്പോഴൊക്കെയാണോ നമ്മൾ ഡിസ്പാച്ച് ഫംഗ്ഷൻ പറയുന്നത്, ഡിസ്പാച്ച് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. സോ എപ്പോഴാണോ ഈ ഒരു ഫംഗ്ഷൻ ഡിസ്പാച്ച് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്, അപ്പൊ ഈ ഒരു ഫംഗ്ഷൻ നമ്മുടെ റെഡ്യൂസർ ഫംഗ്ഷൻ കോൾ ആവും, ഓട്ടോമാറ്റിക് ആയിട്ട് കോൾ ആയിട്ട് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടും. സോ ഇവിടെ നമ്മൾ ഇൻക്രിമെന്റിന്റെ അകത്തുള്ളത് മാറ്റമാണ്. ഓക്കെ, നമുക്ക് നമ്മളുടെ ഡിസ്പാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫംഗ്ഷൻ നമുക്ക് കോൾ ചെയ്യാം. വേറെ പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യുന്നില്ല. ഈ ഒരു ഡിസ്പാച്ച് ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്ത് കോൾ ചെയ്യുന്ന ടൈമിൽ എന്താണ്, ഈ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് അവിടെ എക്സിക്യൂട്ട് ആവും. നമ്മുടെ റെഡ്യൂസർ ഫംഗ്ഷൻ അവിടെ കോൾ ചെയ്യാണ് ചെയ്യുന്നത് ഡിസ്പാച്ച് കോൾ ആകുമ്പോഴത്തേക്ക്. ഇനി നമുക്ക് ഇതാണ്ട് ഈ ഒരു ഇൻക്രിമെന്റ് തൽക്കാലം ഒന്നും ചെയ്യേണ്ട, അതൊന്ന് കമന്റ് ചെയ്തിരിക്കാം. ആൻഡ് നമ്മളിവിടെ കൗണ്ടിനെയാണ് ഡിസ്പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് കൗണ്ട് അല്ല, നമുക്ക് സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് ആണ്. കാര്യം ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് ആണല്ലേ യൂസ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഒബ്ജക്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് സ്റ്റേറ്റ് ഡോട്ട് കൗണ്ടിനെയാണ് വിളിക്കേണ്ടുള്ളത്. ഇവിടെ വെറും കൗണ്ട് അല്ല, സ്റ്റേറ്റ് ഡോട്ട് നമ്മളുടെ കൗണ്ട്. ഇപ്പൊ ഇത് എന്തോ വിളിച്ചെന്ന് മനസ്സിലായി കാണുമല്ലോ. അതാണ്ടേ ഈ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ വിളിച്ചത്. ഇവിടെ നമ്മൾ സ്റ്റേറ്റ് ഡോട്ട് കൗണ്ടിനെ വിളിച്ചു, അതായിരിക്കും അവിടെ ഡിസ്പ്ലേ ആവുന്നത്. കാര്യം നമ്മുടെ കറണ്ട് വാല്യൂ കൊടുത്തിരിക്കുന്നത് 0 ആയിട്ടാണ്. സോ ആ ഒരു 0 ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് വിളിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇത്രയാണ്. അപ്പൊ ഇൻക്രിമെന്റ് ഫംഗ്ഷൻ വിളിക്കുന്ന ടൈമിൽ എന്താ കാണുന്നത്, ഡിസ്പാച്ച്, ഇൻക്രിമെന്റിനകത്ത് ഡിസ്പാച്ച് ഫംഗ്ഷൻ കോൾ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ റെഡ്യൂസർ ഫംഗ്ഷൻ ഇവിടെ കോൾ ആകും. സോ സേവ് ചെയ്തൊന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിവിടെ ഇൻക്രിമെന്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. മൈനസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നും സംഭവിക്കുന്ന കാര്യം നമ്മൾ ഇവിടെ ഡിക്രിമെന്റിൽ ഒന്നും കൊടുത്തിട്ടില്ല. സോ ഡിസ്പാച്ച് ഫംഗ്ഷൻ വിളിക്കുമ്പോഴത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് വന്ന് നമ്മളുടെ ഈ ഒരു റെഡ്യൂസർ ഫംഗ്ഷൻ കോൾ ആകും. അപ്പൊ നമ്മൾ നോക്കിയത് ഇൻക്രിമെന്റ് ആണ്. ഇനി നമുക്ക് ഡിക്രിമെന്റും കൂടെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഡിക്രിമെന്റും കൂടെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഒരു പൊടിക്ക് ഇത്തിരി കൂടെ ഒന്ന് കോംപ്ലക്സ് ആയി. അപ്പൊ അങ്ങനെ ഡിക്രിമെന്റും കൂടെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റെഡ്യൂസർ യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യും അതിനെ. അപ്പൊ ഇതൊന്ന് മനസ്സിലായി കാണുമല്ലോ. ഡിസ്പാച്ച് ഫംഗ്ഷൻ വിളിക്കുമ്പോൾ നമ്മുടെ റെഡ്യൂസർ ഫംഗ്ഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് കോൾ ആവും. ആൻഡ് റെഡ്യൂസർ ഫംഗ്ഷൻ നമുക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, പുതിയ ഒരു സ്റ്റേറ്റ് വാല്യൂ ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്കൊരു ഇൻക്രിമെന്റും ഡിക്രിമെന്റും ഒരുമിച്ച് ചെയ്ത്, ഇപ്പൊ നമ്മൾ ഇൻക്രിമെന്റ് മാത്രം നോക്കിയാൽ ഇപ്പൊ പ്രിറ്റി സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഡിക്രിമെന്റും കൂടെ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഇതിന് നമുക്ക് ഒരു ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. ഡിസ്പാച്ചിൽ ഒരു ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് നമുക്ക് കൊടുക്കേണ്ടി വരും. കേളി ബ്രേസസിനകത്ത് അതിന്റെ ടൈപ്പ് പറഞ്ഞു കൊടുക്കുക. ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഉള്ളത് ഒരു ആർഗ്യുമെന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇതായിട്ട് വാല്യൂ ആയിട്ട് കരുതിയാൽ മതി, ഒരു പ്രോപ്പർട്ടി ആയിട്ടോ ആട്രിബ്യൂട്ട് ആയിട്ടോ കരുതിയാൽ മതി. ഈ ഒരു ഡിസ്പാച്ചിന്റെ അതിന്റെ ടൈപ്പ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇത് നമുക്ക് ഇഷ്ടമുള്ളത് പോലെ ഒരു നെയിം കൊടുക്കാം. അപ്പൊ ഞാൻ അതിന്റെ ടൈപ്പ് ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അങ്ങനെ ഇൻക്രിമെന്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ശ്രദ്ധിക്കും, ഇങ്ങനെ ടൈപ്പ് കൊടുക്കുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ റെഡ്യൂസർ ഫംഗ്ഷനകത്ത് വരിക. വന്നതിന് ശേഷം നമുക്ക് ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഓപ്പൺ ചെയ്യാം എന്ന് വിചാരിക്കാം. നമ്മൾ സ്വിച്ചോ ഇഫ് കണ്ടീഷൻ എന്തെങ്കിലും യൂസ് ചെയ്യാം. സ്വിച്ച് അറിയാമല്ലോ, നിങ്ങൾ ജാവാസ്ക്രിപ്റ്റിലൊക്കെ പഠിച്ചതാണ്. ES6 കോൺസെപ്റ്റിൽ നമ്മൾ സ്വിച്ച് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ജാവാസ്ക്രിപ്റ്റിന്റെ ടോപ്പിക്കിൽ നമ്മൾ സ്വിച്ച് ഒക്കെ പഠിച്ചിട്ടുണ്ട്. സോ സ്വിച്ച് ഓപ്പൺ ചെയ്തതിന് ശേഷം
ഇനിയാണ് നമ്മൾ നമ്മളുടെ ഈ ഒരു ആക്ഷൻ ഇവിടെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ സ്വിച്ചിന്റെ ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ ആക്ഷനെ വിളിക്കുകയാണ്. ആക്ഷൻ ഡോട്ട് ടൈപ്പ്. ഓക്കെ, ഈ ഒരു ടൈപ്പിന്റെ കേസിൽ നമ്മളിവിടെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ആൻഡ് ഇവിടെ സ്വിച്ച് ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ ഒരു ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ആക്ഷൻ ഡോട്ട് ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്തു. അതിനെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ ഇതിനെയാണ് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ട് അതിന്റെ ആർഗ്യുമെന്റ് ആയിട്ട് ആക്ഷൻ ഡോട്ട് ടൈപ്പ് കൊടുക്കും. കേളി ബ്രേസസ് ഓപ്പൺ ചെയ്യുക. കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളുടെ കേസ് പറഞ്ഞു കൊടുക്കണമല്ലോ. നമ്മുടെ സ്വിച്ചിന്റെ എക്സ്പ്രഷനിൽ കേസ് ഉണ്ട്. സോ ഫസ്റ്റ് കേസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഫസ്റ്റത്തെ കേസ് ഇൻക്രിമെന്റ് എന്നാണ് ഫസ്റ്റ് കേസ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. സോ കേസ് ഇൻക്രിമെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് ഈ ഒരു സ്റ്റേറ്റിന് റിട്ടേൺ ചെയ്യണം. അതിന്റെ ഇൻക്രിമെന്റിന്റെ ഇതിനെ റിട്ടേൺ ചെയ്യണം. അത് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ഇൻക്രിമെന്റ് കേസ് ആണെങ്കിൽ അതിന് എന്ത് ചെയ്യണം, കൗണ്ടിന് ഒന്ന് ഇൻക്രിമെന്റ് ആക്കണം. ആൻഡ് അതേപോലെ നമ്മൾ ഇനി പറഞ്ഞു കൊടുക്കാം കേസ് ഡിക്രിമെന്റ് ആണെങ്കിലോ, ഡിക്രിമെന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം, ഇവിടെ വന്നിട്ട് അതിന്റെ റിട്ടേൺ എന്ത് കൊടുക്കണം എന്ന് പറയാം. റിട്ടേൺ നമ്മൾ നേരത്തെ ചെയ്ത കണക്ക് കൗണ്ടിന്റെ വാല്യൂ കുറച്ച് കൊടുക്കണം അല്ലേ. സ്റ്റേറ്റ് ഡോട്ട് കൗണ്ട് +1. ഇപ്പൊ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട, ഞാൻ ഒന്നും കൂടെ അത് ക്ലിയർ ചെയ്ത് തരാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ഒരു വീഡിയോ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് യൂസ് റെഡ്യൂസർ ഹുക്കിനെ പറ്റിയിട്ട് അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട. ഒന്നും കൂടെ ഞാൻ ക്ലിയർ ആയിട്ട് ഒന്നും കൂടെ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നമ്മളുടെ ഈ ഒരു ഡിക്രിമെന്റ് കേസിനകത്ത് നമ്മൾ ഡിക്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും പറഞ്ഞു കൊടുത്തു. അതേപോലെ നമുക്ക് ഈ രണ്ട് കേസുകളും നമ്മൾക്ക് എത്ര കേസ് ഉണ്ടോ അത്രയും കേസ് കൊടുത്തതിന് ശേഷം ഒരു ഡീഫോൾട്ട് ഉണ്ട്. ആ ഒരു ഡീഫോൾട്ട് കേസും കൂടെ പറഞ്ഞു കൊടുക്കുക. ഡീഫോൾട്ട് കേസ് എന്താണ്, ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ, ഡിക്രിമെന്റും ചെയ്തില്ല ഇൻക്രിമെന്റും ചെയ്തില്ല എങ്കിൽ നമുക്ക് നമ്മുടെ കറണ്ട് സ്റ്റേറ്റിനെ തന്നെ എന്ത് ചെയ്യണം, റിട്ടേൺ ചെയ്യണം അല്ലെ. നമ്മുടെ കറണ്ട് സ്റ്റേറ്റിനെ തന്നെ നമ്മൾ റിട്ടേൺ ചെയ്യുന്നു. അതായത് ഈ ഒരു സ്റ്റേറ്റിന്റെ വാല്യൂ നമുക്ക് ഇവിടെ റെഡ്യൂസർ ഫംഗ്ഷനിൽ ഈ ഒരു സ്റ്റേറ്റിനകത്ത് നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ ആ ഒരു സ്റ്റേറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, റിട്ടേൺ ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇതേപോലെ ഒരു ഇൻക്രിമെന്റും ഡിക്രിമെന്റും കേസുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടുള്ളത്, നമ്മൾ ഡിസ്പാച്ച് വിളിച്ച് നമ്മളുടെ ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. ഇവിടെ നമ്മൾ ആക്ഷൻ ഡോട്ട് ടൈപ്പ് അല്ലേ കൊടുത്തത്. അപ്പൊ നമ്മളുടെ ടൈപ്പ് പറഞ്ഞു കൊടുക്കുക. ഇൻക്രിമെന്റ് ഫംഗ്ഷൻ വിളിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇൻക്രിമെന്റ് ആവണം. അതേപോലെ ഡിക്രിമെന്റ് ആവുമ്പോൾ എന്ത് ചെയ്യണം, അത് ഡിക്രിമെന്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഡിക്രിമെന്റ് ആക്കി കൊടുക്കണം. സോ ഇവിടെ നമ്മൾ ഡിസ്പാച്ച് കോൾ ചെയ്യുന്നു. ഡിസ്പാച്ച് കോൾ ചെയ്തതിന് ശേഷം അതിന്റെ ടൈപ്പ് മാത്രം ഒന്ന് മാറ്റി കൊടുത്താൽ മതിയാവും, ഡിക്രിമെന്റിലോട്ട് മാറ്റി കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ ഒന്ന് ഞാൻ നമ്മൾ സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്ത് നമ്മൾ ഇവിടെ പ്ലസ് ചെയ്യുമ്പോൾ അത് പ്ലസ് ആവുന്നുണ്ട്, ആൻഡ് മൈനസ് ചെയ്യുമ്പം അതിന്റെ വാല്യൂ മൈനസ് ആവുന്നുണ്ട്. അപ്പൊ നമ്മളുടെ സ്റ്റേറ്റ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതേ ഒരു കാര്യം തന്നെയാണ് നമ്മൾ യൂസ് റെഡ്യൂസർ വെച്ചിട്ട് ഇവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഇത്രയും കടന്ന് പാടുപെടണ്ടല്ലോ, നമ്മുടെ സ്റ്റേറ്റ് മാത്രം യൂസ് ചെയ്താൽ മതിയല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ ഒരു സിമ്പിൾ കേസൊക്കെ വരുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലത് ആൻഡ് എളുപ്പം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് നമ്മളുടെ മൾട്ടിപ്പിൾ പീസ് ഓഫ് സ്റ്റേറ്റ് വരുമ്പോഴും, അതായത് കോംപ്ലക്സ് സ്റ്റേറ്റ് വരുമ്പോഴുമാണ് നമ്മൾ യൂസ് റെഡ്യൂസർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് കുറച്ചും കൂടെ നമുക്ക് യൂസ്ഫുൾ ആകും. അപ്പൊ ഞാൻ ഇവിടെ ഒന്നും കൂടെ എല്ലാം കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം നമ്മളുടെ ഇവിടെ സ്റ്റേറ്റ് യൂസ് ചെയ്തതുപോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു യൂസ് റെഡ്യൂസർ ഫംഗ്ഷൻ വിളിച്ചു. അതിന്റെ യൂസ് റെഡ്യൂസർ ഫംഗ്ഷനകത്ത് രണ്ട് പാരാമീറ്റർ ആണുള്ളത്. ഒന്നൊരു റെഡ്യൂസർ ഫംഗ്ഷനും ആൻഡ് രണ്ടാമത്തെ ഇനിഷ്യൽ വാല്യൂവും. നമ്മളുടെ യൂസ് റെഡ്യൂസറിലെ ആക്ച്വൽ വാല്യൂസ് കൊടുക്കുന്നതിന് പകരം നമ്മൾ ഇനിഷ്യൽ വാല്യൂവിന് നമ്മൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. സോ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കൊടുത്തു. അതിനുശേഷം ഇവിടെ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഒബ്ജക്റ്റിന്റെ നെയിം സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ദെൻ നമുക്കൊരു ഡിസ്പാച്ച് ഫംഗ്ഷനും നമുക്ക് വേണം. ഓക്കെ, നമ്മളുടെ ഡിസ്പാച്ച് ഫംഗ്ഷനും നമ്മൾ ഇവിടെ വിളിച്ചു. ഈ ഒരു ഡിസ്പാച്ച് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സ്റ്റേറ്റിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആണ് ഡിസ്പാച്ച്. എപ്പോഴാണോ ഡിസ്പാച്ച് ഫംഗ്ഷൻ വിളിക്കുന്നത്, കോൾ ചെയ്യുന്നത്, അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളുടെ റെഡ്യൂസർ ഫംഗ്ഷൻ ഇവിടെ കോൾ ആകും. നമ്മളുടെ ഈ ഒരു റെഡ്യൂസർ ഫംഗ്ഷൻ കോൾ ആകും. ആ ഒരു റെഡ്യൂസർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് പുതിയൊരു സ്റ്റേറ്റിനെ പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് റെഡ്യൂസർ ഫംഗ്ഷനകത്തും ഇതേപോലെ രണ്ട് പാരാമീറ്റേഴ്സ് ആണുള്ളത്. ഒന്ന് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്റർ, അതായത് നമ്മളുടെ കറണ്ട് സ്റ്റേറ്റിന്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട്, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പാരാമീറ്റർ കൊടുക്കുന്നു. സ്റ്റേറ്റ് എന്ന് തന്നെ കൊടുക്കുക. അതെന്ന് പറയുന്നത് നമ്മളുടെ ഇവിടെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റിന്റെ കറണ്ട് വാല്യൂ ആയിരിക്കും അവിടെ കിട്ടുന്നത്. ആൻഡ് രണ്ടാമത്തെ പാരാമീറ്റർ ആണ് ആക്ഷൻ.
ഓക്കെ, ഇപ്പൊ ഈ ഒരു റെഡ്യൂസർ നമ്മളുടെ ഡിസ്പാച്ച് വിളിക്കുമ്പം അവിടെ നമ്മൾ റെഡ്യൂസർ ഫംഗ്ഷൻ കോൾ ആവുന്നെന്ന് പറഞ്ഞു. അങ്ങനെ കോൾ ആവുമ്പം ഇവിടെ പെർഫോം ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു ആക്ഷൻ എന്ന് പറയുന്ന പാരാമീറ്റർ ആയിരിക്കും ഇവിടെ പെർഫോം ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിവിടെ സ്വിച്ച് വെച്ചിട്ട് പറഞ്ഞു കൊടുത്തു ആക്ഷൻ ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ടൈപ്പിനെ നമ്മളുടെ എന്താക്കി കൊടുത്തു, അതിന്റെ ആർഗ്യുമെന്റ് ആയിട്ട് സെറ്റ് ചെയ്തു. ഓക്കെ, ദെൻ ആക്ഷൻ ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഇൻക്രിമെന്റ് ആണെങ്കിൽ നമ്മളുടെ സ്റ്റേറ്റിന്റെ കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ഡിക്രിമെന്റ് ആണെങ്കിൽ അത് ഡിക്രിമെന്റ് ചെയ്യണം. ഇത് രണ്ടും അല്ലെങ്കിൽ നമ്മുടെ കറണ്ട് സ്റ്റേറ്റിനെ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഇതിനെ ഡിസ്പാച്ചിൽ എന്ത് വിളിക്കും, അതിന് ഇൻക്രിമെന്റിനകത്ത് നമ്മൾ ജസ്റ്റ് ഡിസ്പാച്ച് വിളിച്ച് അതിന്റെ ടൈപ്പ് കേസ് അനുസരിച്ച് ടൈപ്പ് സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഇവിടെ നമ്മൾക്ക് കേസ് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ സ്വിച്ച് കേസ് യൂസ് ചെയ്യാവുന്നതാണ്. സ്വിച്ച് അല്ല, സോറി, ഇഫ് കണ്ടീഷൻ നമുക്ക് യൂസ് ചെയ്യാം. എങ്ങനെയുണ്ട്, ഇഫ് ആക്ഷൻ ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഇൻക്രിമെന്റ് ആണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, ഇൻക്രിമെന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കാം, നേരത്തെ പറഞ്ഞതുപോലെ റിട്ടേൺ കൗണ്ട് +1 എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ആൻഡ് ഇഫ് ആക്ഷൻ ടൈപ്പ് ഇതൊന്നുകൂടെ കോപ്പി ചെയ്യുവാണ്. ദെൻ ഇഫ് ആക്ഷൻ ടൈപ്പ് എന്ന് പറയുന്നത് ഡിക്രിമെന്റ് ആണെങ്കിൽ, ഓക്കെ, ഡിക്രിമെന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കൗണ്ടിനെ ഒരെണ്ണമായിട്ട് മൈനസ് ചെയ്യണം. അപ്പൊ ഈ ഒരു ഡിക്രിമെന്റും ഇൻക്രിമെന്റും എന്ന് പറയുന്ന ആക്ഷൻ ടൈപ്പിനെ നമ്മൾ ഇവിടെ ഡിസ്പാച്ചിനകത്ത് ടൈപ്പ് വെച്ച് വിളിക്കുക. അപ്പൊ രണ്ടും സെയിം തന്നെയാണ്. ഇവിടെ ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ആയിരിക്കും ഇതും ഫംഗ്ഷൻ ചെയ്യുന്നത്. നമുക്ക് ഇഫ് കണ്ടീഷൻ കൊടുക്കാം, സ്വിച്ച് കൊടുക്കാം, നമ്മുടെ ഇഷ്ടത്തിന് ഇവിടെ കണ്ടീഷൻ നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളൊരു സിമ്പിൾ സ്റ്റേറ്റിന്റെ ഒരു എക്സാമ്പിൾ, ഒരു സ്റ്റേറ്റിനെ എങ്ങനെ റെഡ്യൂസറിലോട്ട് കൺവേർട്ട് ചെയ്യാമെന്ന് മാത്രമാണ് നിങ്ങൾ കണ്ടത്. അപ്പൊ ഇതല്ല, കുറച്ചും കൂടെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റേറ്റിന് എങ്ങനെ നമുക്ക് റെഡ്യൂസർ വെച്ചിട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ തൽക്കാലം ഇത്രയും മതി. കാര്യം എല്ലാം കൂടെ ആയാൽ കുഴഞ്ഞു മറിഞ്ഞ് ഒരു അവിയൽ പരുവമായി പോകും. സോ ഇന്ന് തൽക്കാലം റെഡ്യൂസർ എന്താണെന്നും റെഡ്യൂസറിന്റെ കോൺസെപ്റ്റ് എന്താണെന്നും എങ്ങനെ ഒരു സ്റ്റേറ്റിനെ റെഡ്യൂസറിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ കൗണ്ടർ വെച്ചിട്ടുള്ള ഒരു നമ്മൾ കൗണ്ടറിന്റെ സ്റ്റേറ്റ് ആണ് കണ്ടത്. അല്ലാതെ നിങ്ങൾ നെയിം ചേഞ്ച് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ് ഒക്കെ നിങ്ങൾ സ്റ്റേറ്റിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് നിങ്ങൾ അധികം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ റെഡ്യൂസറിലോട്ട് കൺവേർട്ട് ചെയ്യാമെന്നൊന്ന് ചെയ്യാം. ചെയ്തതിനു ശേഷം നിങ്ങൾ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഒന്നെങ്കിൽ നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ഫോർവേഡ് ചെയ്യുക. ആൻഡ് ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മളുടെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ അല്ല, നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്ത് ചാനൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. അപ്പൊ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഗ്രൂപ്പ് ലിങ്കുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക. അപ്പൊ അത് കുറച്ചും കൂടെ നമുക്ക് നമ്മുടെ ഒരു ഇന്ററാക്ഷൻ വേ ഒക്കെ നടക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക, റെഡ്യൂസർ പഠിച്ചതിന് ശേഷം നിങ്ങളുടെ പല ടൈപ്പ് ഓഫ് ഒരു സിമ്പിൾ സ്റ്റേറ്റിനെ ഒരു റെഡ്യൂസറിലോട്ട് എങ്ങനെ ഈ ഒരു രീതിയിൽ കൺവേർട്ട് ചെയ്യാമെന്നൊക്കെ ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം അതിന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ അയക്കുക. ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ആൻഡ് ഓൾസോ സജഷൻസും കമന്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.